പല ആൾക്കാർക്കും അറിയില്ല. കാരണം തുടക്കക്കാരായിരിക്കും ഓപ്ഷൻ ട്രേഡിംഗ് വരുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഇതിൽ എങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി ഓപ്ഷൻ ട്രേഡേഴ്സിന് ഡിസൈൻ ആയിട്ടുള്ള ടൂളാണ് ഓൺലി ഓപ്ഷൻസ് പറഞ്ഞിട്ട്. അതും തീർച്ചയായിട്ടും നമ്മൾ അബ്സലൂട്ട്ലി സൗജന്യമായിട്ടാണ് ആലീസ് ബ്ലൂവിൻ്റെ കസ്റ്റമേഴ്സിന് നമ്മളെല്ലാം കൊടുക്കുന്നത്. യാതൊരു ഫീസോ കാര്യങ്ങളൊന്നും അതിൽ വരുന്നില്ല. ഓൺലി ഓപ്ഷൻ്റെ ഒരു ബ്യൂട്ടി എന്ന് വെച്ചാൽ തന്നെ ഇതിൽ നമുക്ക് എന്താണ് റെഡിമെയ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ മാർക്കറ്റിൽ നിന്ന് ബുള്ളിഷ് ആണോ, അല്ലെങ്കിൽ ബെയറിഷ് ആണോ, അല്ലെങ്കിൽ ന്യൂട്രൽ ആണോ, അങ്ങനെ ഒരു സെറ്റ് ഓഫ് റെഡിമെയ്ഡുള്ള സ്ട്രാറ്റജീസ്. നമ്മളിപ്പോൾ ഒരു റെഡിമെയ്ഡ് നമ്മൾ തുണിക്കടയിൽ പോയിട്ട് എനിക്ക് അളവിന് വേണം, ആ രീതി തന്നെ റെഡിമെയ്ഡായിട്ടുള്ള സ്ട്രാറ്റജീസ് അവിടെ ഒരു തുടക്കക്കാർക്ക് പോലും അവിടെ അവൈലബിൾ ആണ്. ഡെൽറ്റ എത്രയാണ്, ഗാമ എത്രയാണ്, തീറ്റ എത്ര, ഇതെല്ലാം നമുക്ക് ഇതിലെല്ലാം ഓൾറെഡി ഇൻക്ലൂഡ് ആണ്. ഇതെല്ലാം നമുക്ക് അബ്സലൂട്ട്ലി ഫ്രീ ആയിട്ടാണ് ആലീസ് ബ്ലൂവിൻ്റെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. വിത്തൗട്ട് എനി ചാർജാണ് കൊടുക്കുന്നത്. പല മെമ്പേഴ്സും ഇതിനെല്ലാം ഫോർ എക്സാമ്പിൾ ഒരു 2000 രൂപ 2500 രൂപയ്ക്ക് അവർ ഈ ഒരു ടൂൾ യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. ഹലോ ഹായ്, ആലീസ് ബ്ലൂവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒള്ളി ഓപ്ഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് അനിൽകുമാർ സാറാണ്. അപ്പോൾ സാറിനോട് തന്നെ ചോദിക്കാം, നമ്മൾ പല ആഡിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ ഈ ഒള്ളി ഓപ്ഷനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ സാറ് തന്നെ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആലീസ് ബ്ലൂ ഓൺലി ഓപ്ഷൻ എന്നുള്ളത് ഓപ്ഷൻ ട്രേഡ്, അതായത് ഡെറിവേറ്റീവ് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർക്കൊരു സോഫ്റ്റ്വെയർ ആണ്. പല ആൾക്കാർക്കും അറിയില്ല. കാരണം തുടക്കക്കാരായിരിക്കും ഓപ്ഷൻ ട്രേഡിംഗ് വരുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഇതിൽ എങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി ഓപ്ഷൻ ട്രേഡേഴ്സിന് ഡിസൈൻ ആയിട്ടുള്ള ടൂളാണ് ഓൺലി ഓപ്ഷൻസ് പറഞ്ഞിട്ട്. അതും തീർച്ചയായിട്ടും നമ്മൾ അബ്സലൂട്ട്ലി സൗജന്യമായിട്ടാണ് ആലീസ് ബ്ലൂവിൻ്റെ കസ്റ്റമേഴ്സിന് നമ്മളെല്ലാം കൊടുക്കുന്നത്. യാതൊരു ഫീസോ കാര്യങ്ങളൊന്നും അതിൽ വരുന്നില്ല. ഒന്നുമില്ല. അപ്പോൾ നമുക്കറിയാം, ഒരു തുടക്കക്കാർക്ക് വരുന്ന സമയത്ത് മാർക്കറ്റിൽ പ്രത്യേകിച്ച് ന്യൂസാണ് അറിയേണ്ടത്. ഇപ്പോൾ ഓൺലി ഓപ്ഷൻ നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്, വെബ് ആപ്ലിക്കേഷൻ ഉണ്ട്. അത് നമ്മൾ തുറക്കുമ്പോൾ തന്നെ ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെ വരുന്നത്, മാർക്കറ്റിൻ്റെ മൂഡ് നമുക്ക് അറിയാൻ പറ്റും. അതേമാതിരി തന്നെ FI ആക്ടിവിറ്റീസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ടിവിറ്റി നമുക്ക് അതിൽ ഒരു സിംഗിൾ വിൻഡോയിൽ നമുക്ക് അറിയാൻ പറ്റും. എത്ര ആൾക്കാർ അതിൽ ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെ വന്നിരിക്കുന്നത്, FI ഡാറ്റ എങ്ങനെ, ഇതെല്ലാം നമുക്കൊരു സിംഗിൾ ക്ലിക്ക് തന്നെ നമുക്കതിൽ അറിയാൻ പറ്റും. അതാണ് ഒരു വൺ ഓഫ് ദി പ്രത്യേകത. പിന്നെ നമ്മൾ തികച്ചും സൗജന്യമായിട്ട് ആൾക്കാർക്ക് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സാർ പറഞ്ഞല്ലോ ഇതിൻ്റെ ബെനിഫിറ്റിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ എങ്ങനെയായിരിക്കും ഇതിനകത്ത് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർക്ക് ഒരു ബെനിഫിറ്റ് അതെങ്ങനെ ഉണ്ടാവും? ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർക്ക് പലപ്പോഴും ഈ പറഞ്ഞ സ്ട്രാറ്റജി വെച്ചായിരിക്കും പല ആൾക്കാർ ഇപ്പോൾ ഓപ്ഷൻസ് ഡെറിവേറ്റീവ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ. ഓൺലി ഓപ്ഷൻ്റെ ഒരു ബ്യൂട്ടി എന്ന് വെച്ചാൽ തന്നെ ഇതിൽ നമുക്ക് എന്താണ് റെഡിമെയ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ മാർക്കറ്റിൽ നിന്ന് ബുള്ളിഷ് ആണോ, അല്ലെങ്കിൽ ബെയറിഷ് ആണോ, അല്ലെങ്കിൽ ന്യൂട്രൽ ആണോ, അങ്ങനെ ഒരു സെറ്റ് ഓഫ് റെഡിമെയ്ഡുള്ള സ്ട്രാറ്റജീസ്. നമ്മളിപ്പോൾ ഒരു റെഡിമെയ്ഡ് നമ്മൾ തുണിക്കടയിൽ പോയിട്ട് എനിക്ക് അളവിന് വേണം, ആ രീതി തന്നെ റെഡിമെയ്ഡായിട്ടുള്ള സ്ട്രാറ്റജീസ് അവിടെ ഒരു തുടക്കക്കാർക്ക് പോലും അവിടെ അവൈലബിൾ ആണ്. അത് മാത്രമല്ല, ഇപ്പോൾ എനിക്ക് എൻ്റെ ആയിട്ടുള്ള സ്ട്രാറ്റജി അതിൽ ബിൽഡ് ചെയ്യണമെങ്കിലും ആ സ്ട്രാറ്റജി അവിടെ ബിൽഡ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു കീ പോയിന്റ് വരുന്നത്. പല ആൾക്കാർക്കും അറിയില്ല. ഫോർ എക്സാമ്പിൾ മാർക്കറ്റിൽ നിന്ന് ബുള്ളിഷ് ആണോ, അല്ലെങ്കിൽ ബെയറിഷ് ആണോ, അതിൽ ഏത് സ്ട്രാറ്റജി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് പലർക്കും ഉണ്ടാവും. പക്ഷേ ഇവിടെ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് അവിടെ അവൈലബിൾ ആണ്. മാർക്കറ്റ് ബുള്ളിഷ് ആയിക്കോട്ടെ, ബെയറിഷ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ന്യൂട്രൽ ആയാലും ആ സ്ട്രാറ്റജീസ് അവിടെ നമുക്ക് അവൈലബിൾ ആണ്. അതല്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വിനീഷായിട്ട് സ്ട്രാറ്റജി വല്ലതും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ സ്ട്രാറ്റജി എന്ത് ചെയ്യും നമുക്ക് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതും അവിടെ നമുക്ക് അതിൽ അവൈലബിലിറ്റി ആണ്. സാർ പറഞ്ഞത് മാത്രമല്ലാണ്ട് എക്സ്ട്രാ വരുന്ന ഒരു പ്രത്യേകത എന്താണെന്നും കൂടി ഒന്ന്. മാർക്കറ്റിൻ്റെ ന്യൂസ് കാര്യങ്ങളൊക്കെ ഒരു സിംഗിൾ ക്ലിക്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് ഏത് മൂഡിലാണ് നിൽക്കുന്നത്, അതേമാതിരി തന്നെ ഇൻവെസ്റ്റേഴ്സ് ഡാറ്റ, FIs എങ്ങനെ എത്ര വന്നിട്ടുണ്ട്, DIയുടെ ഡാറ്റ എങ്ങനെ വന്നിട്ടുണ്ട്, ഇതെല്ലാം നമുക്കൊരു സിംഗിൾ ക്ലിക്കിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ സ്ട്രാറ്റജി കാര്യം പറഞ്ഞ പറ്റും. ആർക്കാണെങ്കിലും അവിടെ റെഡിമെയ്ഡുള്ള സ്ട്രാറ്റജീസ് അവിടെ അവൈലബിൾ ആണ്. അതല്ല, നമ്മുടെ ഏതെങ്കിലും സ്ട്രാറ്റജീസ് ഉണ്ടോ ആ സ്ട്രാറ്റജി ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. വേറൊരു അഡീഷണൽ ബെനിഫിറ്റ് എന്താ വെച്ചാൽ, പല ആൾക്കാരും നമ്മളിപ്പോൾ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കും ഓപ്ഷൻ ചെയ്യാൻ എല്ലാവരും വാച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. ഓപ്ഷൻ പലപ്പോഴും ചില ആൾക്കാരെ ഇപ്പോൾ NSEയുടെ വെബ്സൈറ്റിൽ പോയി നോക്കും, അല്ലെങ്കിൽ വേറെ ഒരു ട്രേഡിംഗ് ടൂളായിട്ട് പോയി നോക്കും. ഇവിടെ അതൊന്നും ആവശ്യമില്ല. ഇവിടെ നമുക്ക് ആലീസ് ബ്ലൂവിൻ്റെ കസ്റ്റമേഴ്സിന് വളരെ മനോഹരമായിട്ടൊരു ഓപ്ഷൻ ചെയിൻ നമുക്ക് അവൈലബിൾ ആണ്. ഓപ്ഷൻ ചെയിൻ മാത്രമല്ല, അതിൽ എത്രയാണ് ഇൻട്രൻസിക് വാല്യൂ വരുന്നത്, അതിലെ ഡീറ്റെയിൽസ് എല്ലാം ഒരു സിംഗിൾ ക്ലിക്കിലും വളരെ മനോഹരമായിട്ട് നമുക്ക് ഓപ്ഷൻ ചെയിൻസ് അവൈലബിൾ ആണ്. ഇതാണ് ഒരു അഡീഷണൽ ഫീച്ചർ എന്ന് വരുന്നത് ഓൺലി ഓപ്ഷൻസിൽ ഇത് വരുന്നത്. അതല്ലാതെ തന്നെ നമുക്ക് ഈ പറഞ്ഞ മാർക്കറ്റിൽ ഈ പറഞ്ഞ തന്നെ ന്യൂസ് കാര്യം നേരത്തെ പറഞ്ഞ പറ്റും. പിന്നെ നമുക്ക് ഈ പറഞ്ഞ ഓരോ സ്ട്രാറ്റജീസ്, ഡെൽറ്റ എത്രയാണ്, ഗാമ എത്രയാണ്, തീറ്റ എത്ര, ഇതെല്ലാം നമുക്ക് ഇതിലെല്ലാം ഓൾറെഡി ഇൻക്ലൂഡ് ആണ്. ഇതെല്ലാം നമുക്ക് അബ്സലൂട്ട്ലി ഫ്രീ ആയിട്ടാണ് ആലീസ് ബ്ലൂവിൻ്റെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. വിത്തൗട്ട് എനി ചാർജാണ് കൊടുക്കുന്നത്. പല മെമ്പേഴ്സും ഇതിനെല്ലാം ഫോർ എക്സാമ്പിൾ ഒരു 2000 രൂപ 2500 രൂപയ്ക്ക് അവർ ഈ ഒരു ടൂൾ യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. പക്ഷേ ആലീസ് ബ്ലൂവിൻ്റെ കസ്റ്റമേഴ്സിന് ഇതിന് ഫ്രീ ആയിട്ട് നമ്മളിതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സർവീസ് എത്ര കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു ഇത് സാറിന് പറയാൻ പറ്റുമോ? ഇപ്പോൾ അത്യാവശ്യം എല്ലാ കസ്റ്റമേഴ്സും ഇപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് പലർക്കും ഇത് അറിയില്ല. പക്ഷേ ഇപ്പോൾ ഈ റീസെൻ്റ്ലി നമ്മൾ ഈ ത്രൂ അവയർനെസ് പ്രോഗ്രാം കൂടിയിട്ട് പല ആൾക്കാർക്കും ഈ ടൂളിനെ പലരും ഇതെല്ലാം പൈസ കൊടുത്തിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പലരും പൈസ കൊടുത്ത് ഇത്രയും ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ആലീസ് ബ്ലൂവിൻ്റെ ഈ പറയും അവയർനെസ് കൂടിയിട്ട് ഇപ്പോൾ നല്ലൊരു യൂസേഴ്സ് ഇതിൽ കയറി വന്നിട്ട് അവർ നല്ല രീതിയിൽ ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നുണ്ട്. Investments in securities markets are subject to market risks. $3 related documents carefully before investing.